പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. സമാപന ആശംസകൾ. സഹോദരരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി വിളക്കുകളും ദുർമാർഗങ്ങളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചുകൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കുവേൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സർവ്വചിന്തരെ വഴിപിഴപ്പിക്കുന്നു. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങൾ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരുമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹപ്രവർത്തകനായ തിമോഥെയോസും എൻ്റെ ബന്ധുക്കളായ ലൂസിയൂസും യാസോനും സോസിപാത്രവും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ഈ ലേഖനത്തിന്റെ എഴുത്തുകാരനായ ഞാൻ തെർത്തിയോസ് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. എന്നെയും സഭ മുഴുവനെയും ആതിഥേയനായ ഗായിയൂസ് നിങ്ങൾക്ക് വന്ദനം പറയുന്നു. നഗരത്തിലെ ഖജനാവുകാരനായ എറാസ്തുസും സഹോദരനായ പോർത്തോസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എന്റെ സുവിശേഷം അനുസരിച്ചും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണം അനുസരിച്ചും രഹസ്യത്തിന്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുത്തെ പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിന്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. സർവജ്ഞനായ ആ ഏക ദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.
പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണങ്ങളുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവുകളുമായിരുന്നു. ഭരണിയിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പറഞ്ഞു, കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം വീഴ്ച നോക്കി. അത് എവിടെ നിന്നാണ് എന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മെത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു. തമ്പുരാനിൽ വിശ്വസിക്കുക, അവൻ പറയുന്നത് ചെയ്യുക. സ്വകാര്യ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകളും സ്നേഹപൂർവ്വം തരുന്നു. സഭ പരിശുദ്ധ അമ്മയെ കുറിച്ച് ചില വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്. പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ്. പരിശുദ്ധ അമ്മ അപരോധയാണ്. പരിശുദ്ധ അമ്മ സ്വർഗാരൂപിതയാണ്. 12-ാം പിയൂസ് മാർപ്പാപ്പ മുനിതൻ ദേവൂസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ, അതായത് പരമകാരുണ്യവാനായ ദൈവം എന്ന ചാക്രിക ലേഖനത്തിലൂടെ പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയാണ് എന്ന് പ്രഖ്യാപിച്ചു. ആ സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മയെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. ആ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധ അമ്മയെ പോലെ ബന്ധങ്ങളിൽ വളരുക. പരിശുദ്ധ അമ്മ ബന്ധങ്ങളിൽ വളർന്നവളാണ്. സുവിശേഷത്തിലുടനീളം അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവവുമായിട്ടുള്ള ഒരു അഗാധമായ ബന്ധം പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെയാണ് നന്മ നിറഞ്ഞ പരിശുദ്ധ അമ്മയെ ദൈവപുത്രന് മാതാവാകുവാനായിട്ട് തിരഞ്ഞെടുത്തത്. ആ ബന്ധത്തിന്റെ നിറവിലാണ് പരിശുദ്ധ അമ്മ പറയുക, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം നിറവേറ്റുവാനായിട്ട് പരിശുദ്ധ അമ്മ സന്നിഹിതയായിരുന്നു എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ആഴമായൊരു ബന്ധം യൗസപിതാവിനോടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗർഭധാരണത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് യൗസപിതാവിനോട് പറയുക, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. തനിക്ക് ലഭിച്ച അനുഗ്രഹം അല്ലെങ്കിൽ താനായിരിക്കുന്ന പ്രതിസന്ധി മനസ്സ് തുറന്ന് പറയുവാനുള്ള ബന്ധം പരിശുദ്ധ അമ്മയ്ക്ക് യൗസപിതാവിനോടുണ്ടായിരുന്നു. വീണ്ടും ബന്ധുമിത്രാദികളുമായുള്ള വളരെ അഗാധമായ ബന്ധം അവൾ കാത്തു സൂക്ഷിച്ചിരുന്നു. എലിസബത്തിനെ സൂക്ഷിക്കുവാനായിട്ട് തിടുക്കത്തിൽ യാത്ര പുറപ്പെടുന്ന പരിശുദ്ധ അമ്മ ബന്ധമാണ് കാണിക്കുക. ബാലനായ യേശുവിനെ കാണാനായി തിരുക്കുടമ ചിന്തിക്കുകയാണ്, അവൻ ബന്ധുമിത്രാദികളുടെ കൂടെ കാണുമെന്ന്. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വലിയ ബന്ധമുണ്ടായിരിക്കണം. വീണ്ടും ഇന്ന് സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും, പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ബന്ധങ്ങളുള്ളിടത്താണ് നമ്മൾ കാലേ കൂട്ടി പോവുക, നേരത്തെ പോവുക. ആ കുടുംബവുമായിട്ട് ബന്ധുമിത്രാദികളുമായിട്ട് നല്ല ബന്ധം കത്തു സൂക്ഷിച്ചവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ അവിടെ നേരത്തെ സന്നിഹിതയാകുകയാണ്. ശിഷ്യന്മാരുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെയാണ് കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കാൻ നേരത്ത് യോഹന്നാനോട് പറയുക, ഇതാ നിന്റെ അമ്മ. സുവിശേഷം രേഖപ്പെടുത്തുകയാണ്, അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു എന്ന്, സ്വന്തം അമ്മയായി സ്വീകരിച്ചു എന്ന്. അവൾ സ്വഭവനത്തിലേക്ക് അല്ലെങ്കിൽ യോഹന്നാന്റെ ഭവനത്തിലേക്ക് ഒതുങ്ങിക്കൂടുകയല്ല, മറിച്ച് അവൾ ആ ബന്ധത്തിൽ വളരുകയായിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 14-ാം വചനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും. ശിഷ്യന്മാർ ഏക മനസ്സോടുകൂടി യേശുവിന്റെ അമ്മയായ മറിയത്തോടുകൂടി പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്ന്. സഖ്യമൂർശാലിൽ ധ്യാനിച്ചിരുന്ന കന്യകാമാതാവിന്റെ മേലും ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വാക്യം പറഞ്ഞ് ബന്ധങ്ങളിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മ. ഇന്ന് സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, ആ പരിശുദ്ധ അമ്മയെ പോലെ ബന്ധങ്ങളിലേക്ക് വളരുവാനായി നമുക്ക് ഓരോരുത്തരും സാധിക്കണം. അതോടൊപ്പം തന്നെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാൻ പറയുന്നത് ചെയ്യണമെന്ന്. തമ്പുരാൻ പറഞ്ഞത് ചെയ്തവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് പറയുക, അസ്വസ്ഥതകളുടെ നിറവിൽ ആണെങ്കിൽ പോലും ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ബോധ്യമുണ്ടാകുക, ഇത് ദൈവപുത്രനാണ് എന്ന്. എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിക്കുമ്പോൾ എന്റെ മകന്റെ സമയമായി എന്ന് വ്യക്തമായി അറിയുന്ന അമ്മ, അത്ഭുതം ചെയ്യുവാനായിട്ട് പരസ്യജീവിതം ആരംഭിക്കുവാനുള്ള സമയമായി എന്ന് വ്യക്തമായി അറിയുന്ന അമ്മ മകനെ അതിനെ പ്രേരിപ്പിക്കുകയാണ്. പരിശാലകളോട് പറയുകയാണ്, അവൻ പറയുന്നത് ചെയ്യുക എന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ പോലെ അവൾ പറഞ്ഞതുപോലെ അവൻ പറയുന്നത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ നാം തമ്പുരാനോടൊപ്പമായിരിക്കും. പരിശുദ്ധ അമ്മയെ ദൈവം സ്വർഗ്ഗാരോപരിയായി തിരഞ്ഞെടുത്തു. ആ സ്വർഗത്തിലേക്ക് നമുക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച് തമ്പുരാനിലേക്ക് യാത്ര ചെയ്യുന്നവരാകാം.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. രണ്ടാമത്തെ ഹൗവയായ റൂഹായുടെ ആവാസത്താൽ പരിശുദ്ധയായ അടിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കഷ്ടപ്പെടുന്നവർക്ക് പ്രത്യാശയുടെ സമൂഹവും ആവശ്യത്തിലിരിക്കുന്നവർക്ക് അത്ഭുതകരമായ അഭയസങ്കേതവുമായി പരിശുദ്ധ അമ്മയെ നൽകിയ മിശിഹായെ അടിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗ്ഗാരോപണത്തിലൂടെ മാലാഖമാരുടെ മനുഷ്യരുടെ മുമ്പിൽ തന്നെ അനുഗ്രഹിക്കുന്നതായ അമ്മയെ ബഹുമാനിച്ച മിശിഹായെ അടിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്നെ പ്രത്യേകിച്ചുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായി നിറവേറ്റിയ പരിശുദ്ധ കന്യാമറിയത്തെ സ്വർഗീയമാസത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തിന്റെ സർവ്വാരോപണ ദിവസം തന്നെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ കൃപ നൽകുകയും ഭാരതത്തെയും ഭാരത മക്കളെയും ദൈവപുത്ര സ്വാതന്ത്ര്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്ത മിശിഹായെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവനെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് ബാബായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തയെ ഞങ്ങൾ അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസോ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. തനിക്ക് മാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കടികളെ ഈ അപത്തിനോടും വീഞ്ഞിനോടും കാഴ്ചയോടും പരിശുദ്ധമായ മധ്യസ്ഥതയിൽ നമ്മുടെ യോഗങ്ങളും അഭിഷേകങ്ങൾ നമുക്ക് സമർപ്പിക്കാം. സന്യാസികളെയും ഭാരവാഹികളെയും
നമുക്ക് സമർപ്പിക്കാം. CS എല്ലാ മക്കളെയും സമർപ്പിക്കാം. പരിശുദ്ധം വേണ്ടി നമ്മളായിരുന്ന എല്ലാവരെയും സമർപ്പിക്കാം. ഒരാളുടെ സമൃദ്ധി കൃപയും അനുഗ്രഹവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആദ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മരണത്തിനെയും സംസാരത്തിനെയും ഉദ്ധാനത്തിനെയും ഓർമ്മയാചരിക്കുവാൻ പിതാവായ ദൈവം ഈ കുർബാന സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുഖവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പുമാദ്യരാ ഞങ്ങളങ്ങയിൽ Amen.
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സുഖത്തേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പകലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. എല്ലാവരും ഇതിൽ വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും അധ്യാപകർക്കു വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോൾ
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ ശരി ഔന്നയ ചരിത്രങ്ങളെ നമുക്ക് എല്ലാവർക്കും സമീപിക്കാം. അല്ലാതെ വർണ്ണശബ്ദത്തോടെ അപരാധങ്ങളോടും അവളെ കുറിച്ച് സൗന്ദര്യ നമുക്ക് സ്ഥലത്തിന്റെ ആനന്ദത്തോടെ ഹൃദയം കാപ്പോജോലിയാക്കി ചെയ്യാം. ഇന്നതോടും കലർന്നോട് മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദേശത്ത് നിന്ന് നമ്മുടെ ആത്മാക്കളെ വ്യക്തമാക്കാം. ശുഭകുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ഇതിൽ പങ്കുകൊള്ളാം. ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞതാണ് ദൈവത്തോട്. ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്ന വിശ്വാസത്തോടു കൂടി അടുത്ത വിളിച്ചപേക്ഷിക്കാം. സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും
നമ്മെ ജീവിക്കുന്ന വിശ്വസിക്കാടുന്ന പാവനം അവരുടെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായ ശരീരവും കടകോട്ടിലും ജീവനെ Amen.
പതാക ഉയർത്തുന്നു, പാച്ചോട് മേശിച്ച് നൽകുന്നു. 11 മണിക്ക് മറ്റൊരു കുർബാന ഉണ്ടായിരിക്കും. അത് ആദ്യത്തെ കുർബാനയാണ്. ഇന്ന് 12 മണിക്ക് ചായറ്റിക്കലിയോട് ബന്ധപ്പെട്ട് ഓർഡർ ചെയ്തിരിക്കുന്ന ബിരിയാണി പള്ളിയിൽ കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത് പള്ളിയിൽ കളക്ട് ചെയ്യാവുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യബോധം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലതിനെയും നാഥാനേക്കും പരിശോധന പ്രത്യാശയായ മിശിഹായി സുന്ദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധ